ഓൾ, വെൽക്കം ടു അനദർ വ്ളോഗ്. അങ്ങനെ വീണ്ടും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നെ ഷൂട്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പം അധികം എനിക്ക് മെസ്സേജ് വന്നത് നോർമൽ വ്ളോഗ് ചെയ്യാനാണ്. സോ ഞാൻ ഇന്നൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഷൂട്ടാക്കിയിട്ടുള്ളത്. കുറച്ച് നല്ല വിശേഷങ്ങളും പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കൂടിയുണ്ട്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ എപ്പോഴും സ്കിൻ കെയറിൽ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഈ ഒരു ഫേസ് വാഷാണ്. എനിക്കിത് ഭയങ്കര ഓക്കെ ആയിട്ടാണ് കേട്ടോ ഫീൽ ആയിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് ഞാൻ മോൾട്ടൻ്റെ റൂമിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ എപ്പോഴും കപ്പിൽ വെള്ളമൊക്കെ എടുത്ത് മോളത്തെ റൂമിൽ വരുമോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ വന്നിരിക്കലുണ്ട്. രാവിലെ കുറച്ചും കൂടി നേരത്തെ എണീക്കുമ്പം കുറച്ചും കൂടി ടൈം കിട്ടുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ രാവിലെ തന്നെ ഇങ്ങോട്ട് വരുത്തുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരു ക്യാൻഡിൽ വാങ്ങിയിട്ടുണ്ടേനു, പുതിയതായിട്ടൊരു 100 സംതിങ് എന്തോ ആയിട്ടുള്ളതിനു. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ക്യാൻഡിലും, നല്ലൊരു ഫ്രേഗ്രൻസും ഉണ്ട്. സോ അതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് നോട്ട്സ് ചെയ്തിട്ട് വെക്കാനേ, എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളും എനിക്ക് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ എഴുതിയിട്ട് വെക്കും. അല്ലെങ്കിൽ എനിക്ക് ആ കാര്യം മറന്നു പോകും. പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ടു ഡു ലിസ്റ്റ് പോലെ ഇങ്ങനെ എഴുതലുണ്ട്. എപ്പോഴും എഴുതുമെന്ന് ചോദിച്ചാൽ അതും ഇല്ല, എനിക്ക് തോന്നണം അപ്പോഴേ എഴുതത്തുള്ളൂ. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് വന്നത്. ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതെന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാനാണ്. കാരണം എനിക്കിഷ്ടപ്പെടാത്തൊരു കറിയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായത്. സോ ഐ തോട്ട് രാവിലത്തേക്കും രാത്രിത്തേക്കും ഉള്ളത് ഇപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാമെന്ന്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറി എന്ന് പറയുന്നത് ഈ ഒരു എഗ് ഫ്രൈ ആണ്. എൻ്റെ പല വ്ളോഗ്സിലായിട്ട് നിങ്ങളത് കണ്ടിട്ടും ഉണ്ടാവും. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഞാൻ ഒത്തിരി വട്ടം ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ല. അതിന് പകരം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഓൾറെഡി Q&A വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് വീഡിയോ ഇട്ടതല്ല, നിങ്ങളോട് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആസ്ക് മീ ക്വസ്റ്റ്യൻ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ ആ Q&Aയുടെ ആൻസറൊന്നും ചെയ്തിട്ടുമില്ല. സോ ഐ തോട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇതിലും കൂടെ നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. മോസ്റ്റ്ലി എനിക്ക് വന്ന ക്വസ്റ്റ്യന് ചാനൽ മോണിറ്റൈസ് ആയോ, യൂട്യൂബ് റവന്യൂ വന്നോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടാണ്. സോ ചെറിയൊരു ക്ലാരിറ്റി ഞങ്ങൾക്ക് തരാം. ചാനലൊക്കെ മോണിറ്റൈസ് എപ്പോഴോ ആയിട്ടുണ്ട്. നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 8 മന്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ മോണിറ്റൈസേഷനൊക്കെ ഒരു 3 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുമുണ്ട്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, എനിക്ക് ഇതുവരെ യൂട്യൂബിൻ്റെ അടുത്ത് നിന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളധികം ചെറിയ വ്ളോഗ്സും കാര്യങ്ങളാണല്ലോ ഇടുന്നത്, നമ്മളധികം ഷോർട്സും കാര്യങ്ങളാണ് ഇടുന്നത്. അപ്പോൾ ഞാനങ്ങനെ വ്ളോഗും കാര്യങ്ങളും ഇടാത്തത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ റവന്യൂ എന്ന് പറയാൻ അതിന് മാത്രമൊന്നും കയറില്ല. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് ഒരു പൈസയും കിട്ടിയിട്ടില്ല. മേ ബി നിങ്ങളത് ചോദിക്കാൻ കാരണം ഞാൻ ഗിവ് അവേ ഒക്കെ ചെയ്തുകൊണ്ടും കൂടി ആവാം. അത് ഞാൻ എൻ്റെ പേഴ്സണൽ മീൻസ് ഞാൻ ഏൺ ചെയ്ത, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ക്യാഷിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ വിശ്വസിച്ചിട്ട് ഇത്രയും ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വ്ളോഗ് കാണുമ്പം അവർക്കായിട്ട് ചെറിയ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ്. സോ അതായിരുന്നു എനിക്ക് മെയിനായിട്ട് എല്ലാവരും ചോദിച്ചത്. എനിക്ക് ഇതുവരെ യൂട്യൂബ് റവന്യൂ കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ മോസ്റ്റ്ലി കുറേ റാൻഡം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനെന്തായാലും ഞാൻ ആൻസർ ചെയ്യാം. ഇപ്പോൾ ഇത് നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചതിനെ കൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയത്. പിന്നെ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ് യൂട്യൂബിലുള്ള വീഡിയോ. മേ ബി എനിക്ക് കുറേ മെമ്മറീസൊക്കെ കീപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഇത് കാണുന്നത് ഇഷ്ടമാണ്. അല്ലാണ്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും എന്നോട് കുറേ ആൾക്കാർ ചോദിക്കും. എനിക്ക് അത് എന്തായാലും ഒന്ന് ആൻസർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേയ്മെൻറ്റിനാണെങ്കിൽ എനിക്ക് ഡെയിലി വ്ളോഗ്സ് ഇടാം, ഡെയിലി കുറേ ലെങ്തി ആയിട്ടുള്ള വ്ളോഗ്സ് ഇടാം. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് എന്തെങ്കിലും മെമ്മറി പോലെ കീപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി ആൾക്കാരുടെ സ്നേഹം, കുറേ കുട്ടികൾ മെസ്സേജ് ആക്കുന്നുണ്ട്. അതിലും കൂടുതൽ എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല എന്ന് തന്നെ പറയാം. അൽഹംദുലില്ലാ. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും Q&A ചെയ്യും. അപ്പം ഞാൻ എന്തായാലും അതിനൊക്കെയുള്ള എല്ലാ ആൻസറും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നമ്മൾ പറഞ്ഞ് എവിടേക്കോ എത്തി. നമ്മൾ എഗ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എഗ് കറിയല്ല, ഒരു ഫ്രൈ പോലാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓൾസ് പോലെ ആക്കിയിട്ട് ഈ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും, ഒരു പൊരിച്ച പോലെ. അപ്പം ഈ കറിക്ക് ഡബിൾ ടേസ്റ്റ് കൂടുന്ന മാതിരിയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എക്സാക്ട് ഷക്ഷൂക്ക അല്ല. ഷക്ഷൂക്കയിൽ നമ്മൾ ക്യാപ്സിക്കവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമല്ലോ. ഇത് ജസ്റ്റ് ഒരു ഫ്രൈ പോലെ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ.
അപ്പോൾ പിന്നെ ഇനി കാര്യമായിട്ടൊന്നുമില്ല, ഭക്ഷണം കഴിക്കുക. ഇന്നാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മടക്കി പത്തിരിയ, നമ്മളിവിടെ കണ്ണച്ച പത്തിരി അങ്ങനെയൊക്കെ പറയും, അതും കട്ടൻ ചായയും എഗ് ഫ്രൈ ഒക്കെ ആണ്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലോണം ഫുഡ് കഴിച്ചു. ഇനി ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് അഗാരോന്റെ ഹെയർ വോളിമൈസിങ് ആൻഡ് ഹെയർ ഡ്രയർ ആണ് കേട്ടോ. മെയിൻ തിങ് എന്ന് പറയുന്നത് നല്ല മുടി ഉണക്കാനും അതേപോലെ ഹെയർ നല്ല വോളിയം കൂട്ടാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ആക്കുന്നുണ്ട്. 3 രീതിയിലാണ് ഇതിന്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ലോ, മീഡിയം ആൻഡ് ഹൈ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഇത് കൺവേ ചെയ്യാനും പറ്റും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ തന്നെ എന്റെ കസിൻ എന്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു, ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്തുകൊണ്ടാന്ന്. സോ ഞാൻ ഇന്ന് ഓളെ മുടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ ഓക്കെ ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് വെറ്റായിട്ടുള്ള മുടിയിൽ വേണം കേട്ടോ ഇത് അപ്ലൈ ചെയ്യാൻ, അപ്പോഴാണ് കറക്റ്റ് കിട്ടുക. അതായത് നമ്മൾ ഹെയർ ഉണക്കാനും അതേപോലെ വോളിയം കൂട്ടാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രിസ്റ്റൽസ് കണ്ടോ, സോ കയ്യിലോ നെക്കിലോ ഒന്നും ഹീറ്റ് തട്ടാനും പോകുന്നില്ല, സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു സലൂണിലൊക്കെ പോയാൽ കറക്റ്റ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഹെയർ നല്ല ബ്ലോസി ആയിട്ട് ഭയങ്കര വോളിയം കിട്ടിയ മാതിരിയാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിഫറൻസ് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ. നമ്മളിപ്പം എപ്പോഴും സലൂണിൽ പോകാൻ എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. അങ്ങനെ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടോ നമുക്കൊന്ന് പുറത്തു പോകാനോ നമുക്ക് തന്നെ സെറ്റാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് അഗാരോന്റെ ഈ ഒരു പ്രൊഡക്റ്റ്. നല്ലൊരു ബ്ലോ ഡ്രൈ എഫക്റ്റും കൂടി കിട്ടിട്ടോ. നമുക്കിത് സ്ട്രെയിറ്റ് ചെയ്യാനോ കേൾ ചെയ്യാനോ ഒക്കെ ആയിട്ട് പെർഫെക്റ്റ് ചോയ്സ് ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ വേണ്ടവരെന്തായാലും ഇങ്ങനെ ഹെയറൊക്കെ ഒന്ന് സലൂണിൽ പോയി പോലെ സെറ്റ് ആക്കണം എന്നൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പർച്ചേസ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. ഇപ്പം എന്താ മോർണിംഗിലെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ പിന്നെ വലിയ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മളെ വ്ളോഗ്സിൽ ഓൾറെഡി കുറേ വട്ടം നമ്മൾ ക്ലീനിങ് പേർപ്പസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് കുറച്ച് മെസ്സേജ് വന്നിരുന്നു, നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ബേസ് ആയിട്ടൊന്നും അറിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം 8-9 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പരിചയത്തിൽ നമ്മളതിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അല്ലാണ്ട് നമ്മളിൽ ഇത് വരട്ടെ അത് വരട്ടെ എന്നൊക്കെ നിന്നാൽ ടൈം അങ്ങനെ പോകും. അപ്പം നമ്മളുടെ കംഫർട്ട് സോണിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ, അല്ലാണ്ട് ഇന്നത് വരട്ടെ അങ്ങനെയൊക്കെ നോക്കി നിന്നാൽ നമ്മൾ ഇവിടെ എത്താനും അങ്ങനെയൊന്നും പോകുന്നില്ല. അപ്പം അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ ഒരു ചന്ദൻ തിരിയൊക്കെ സെറ്റാക്കി ഒന്നൊരു സ്മെല്ലൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവല്ലോ. ക്യാൻഡിലൊക്കെ ആണെങ്കിൽ ക്യാൻഡിൽ എത്തിക്കാം, പക്ഷെ ചന്ദൻ തിരി കുറച്ചും കൂടി അഫോർഡബിൾ ആയതുകൊണ്ട് ഞാൻ അധികം ഈ ഒരു ടൈമിൽ ഇങ്ങനെ ചന്ദൻ തിരി കത്തിക്കലുണ്ട്. എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു ടൈം ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ആവലുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഇനി കുളിച്ച് ഒന്ന് ഫ്രഷ് ആവണം. ഈ ചൂടിന് കുളിച്ചിട്ടില്ലെങ്കിൽ ഒട്ടും റെഡി ആവില്ല. കുളിച്ചിട്ടാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വേർക്കാനും തുടങ്ങും. ബാത്റൂമിൽ നിന്ന് റൂമിൽ എത്തുമ്പോഴത്തേനും വേർക്കാനും തുടങ്ങും. അത്രയ്ക്കും ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അങ്ങനെ തോന്നലില്ല ഒരു ഈവനിങ് ടൈം കഴിയാണ്ട്. പിന്നെ ഇന്ന് ലഞ്ചിന് സോയാബീൻ ആയിരുന്നു. എനിക്ക് സോയാബീൻ പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമായി, എൻ്റെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മ പൊരിച്ച് ഓൾറെഡി കായൊക്കെ തേച്ച് മസാലയൊക്കെ സെറ്റാക്കിയിട്ട് പൊരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടി വന്നതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതും ചോറും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ചോറും കറിയും പപ്പടവും അതേപോലെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങൻ്റെ അച്ചാറും അതൊക്കെ കൂട്ടി നല്ല റാഹത്തിൽ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. അതിനുശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊന്ന് പുറത്തു പോകാനുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് നല്ല ലേറ്റ് ആയിട്ടാണ് പോയത്, അല്ലെങ്കിൽ ഒരു 3 മണിക്കൊക്കെ നമ്മൾ പോകലുണ്ട്. പക്ഷെ ഇന്ന് എന്തായാലും കുറച്ച് ലേറ്റ് ആവാൻ വിചാരിച്ചു, കാരണം അത്രക്കും പൊള്ളുന്ന ചൂടാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ മാമൻ്റെ മോളും കൂടി ഉണ്ട്, ചെറിയ ചോട്ട. അപ്പോൾ അവളും ഞാനും കസിനും കൂടിയാണ് നമ്മൾ ചോപ്സിലേക്കാണ് പോയിട്ടുള്ളത്. കുറച്ചായി വിചാരിക്കണോ ചൈനീസ് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണം കഴിക്കണമെന്ന്. ഞാനിവിടെ ഒരു വട്ടം ഓൾറെഡി വന്നിട്ടുണ്ട്, സോ ഒന്നും കൂടി വന്നതാണ്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാണ് ഏകദേശം, നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ വന്നാൽ പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളും എടുക്കണമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പൂക്ക് ചെറിയ വാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നൂഡിൽസും കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഷോപ്സിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളിവിടുന്ന് ഡ്രാഗൺ ചിക്കനും പിന്നെ അതേപോലെ സിംഗപ്പൂർ നൂഡിൽസും കൂടിയാണ് ട്രൈ ആക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അഫോർഡബിൾ പ്രൈസിന് അതിനുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളും 3 ആൾക്കൊക്കെ നല്ല സുഖത്തിൽ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ബൗള് കണ്ടപ്പോൾ വിചാരിച്ചില്ലേനു 3 ആൾക്ക് കഴിക്കാൻ പറ്റുമെന്ന്, പക്ഷെ അൽഹംദുലില്ലാ നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരുടെയും വിശേഷങ്ങൾ, സുഖം കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ? പിന്നെ നിങ്ങളെ വെക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കമൻസ് ഒക്കെ വായിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻജോയ് ചെയ്തിട്ട് വായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കമൻസ് ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള സജഷൻസും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതും ആയിരിക്കും കേട്ടോ. അതിനുശേഷം പിന്നെ ബില്ലൊക്കെ കിട്ടി തൃപ്തിയായി ബോധിച്ചിട്ട് ഇനി വേറെ കാര്യമായിട്ട് പരിപാടീസ് ഒന്നുമില്ല, നേരെ പുറക്ക് പോകണം. അപ്പം അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അപ്പോൾ ഓക്കേടാ, ബൈ.